AP ഉസ്താദ് ഗുജറാത്തിൽ പോയി. അന്ന് മോഡിയുടെ ഒരു ഫോട്ടോ ഉസ്താദിന്റെ കൂടെ വന്നു. അതിനെ കുതിരയാക്കിയൊരു മൂലര് പറയുന്നു നിങ്ങൾ. അപ്പോഴാണ് കേരളത്തിൽ എവിടെ ഇയാളെത്താലും നാട്ടുകാർ ചോദിച്ചു. ഞാൻ ഇപ്പൊ ഇയാളെ പറ്റി ഒരു അക്ഷരം പറഞ്ഞിട്ടില്ലല്ലോ. അത് ചില കാർട്ടൂണുകൾ അങ്ങനെയാണ്. നരേന്ദ്രമോദിയുടെ കൂടെ ഒരാൾ ഫോട്ടോ വന്നത് ആരായിരുന്നു? കാന്തപുരം അതെ, AP ഉസ്താദിന്റെ ഫോട്ടോ മോഡിയുടെ കൂടെ വന്നിട്ടുണ്ട്. അതെങ്ങനെയാണെന്നറിയോ? ഗുജറാത്തിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വേദന മോഡിയുടെ മുഖത്തു നോക്കി ഉറക്കെ പറയാൻ ചെന്ന ഞങ്ങളെ നേതാവിന്റെ ചിത്രമാണ്. അത് തലയിൽ മുണ്ടിട്ട് പോയതല്ല, ആരും കാണാതെ പോയതല്ല. ഇനിയും ആവശ്യമുണ്ടായാൽ പോകാനുള്ളതാണ് രാജ്യത്തെ ഉത്തരവാദപ്പെട്ടവരുടെ ഓഫീസുകൾ. ഞാൻ പറയാം, നമ്മളെ പള്ളിയിലെ മൊല്ലാക്കാന്റെ ഫോട്ടോ വന്നാൽ നമ്മളാളെ പിരിച്ചു. ഒരഭിപ്രായങ്ങളെ മൊല്ലാക്കല്ല, കാള് തന്നെ അവിടെ എത്തൂലാണ്. രണ്ട്, ഇങ്ങോട്ട് വരുന്നോലെ പിന്നാലെ നിങ്ങൾ കൂടിയാൽ നിങ്ങൾ പുറത്താക്കൂലെന്ന് അല്ലേ? അങ്ങോട്ട് നിങ്ങളെ മൊല്ലാക്കിയെത്തൂല, കാവിയെത്തൂല. ഇവിടെ ആരെങ്കിലും വരുമ്പോ ഓട്ടോറിക്ഷ ചെന്ന് കണ്ടൂടായില്ല. അങ്ങനെയാ ഇന്ത്യ രാജ്യത്ത് മോഡിയെ ഭരണത്തിലേറ്റാൻ സെക്കുലർ മലയാളികൾക്കിടയിൽ മോഡിക്ക് വേണ്ടി എംപിമാരെ സൃഷ്ടിക്കാൻ യോഗ നടത്താൻ വന്നു ഒരു വർഗീയവാദി ഉണ്ടായിരുന്നു, അല്ലേ? ബാബ രാംദേവ്. ആ ബാബ രാംദേവ് കുത്തുബിയത്തിന് വന്നതല്ല, മോഡിയെ സപ്പോർട്ട് ചെയ്യാനും വോട്ടുണ്ടാക്കാനും വന്ന രാംദേവ് കണ്ടോ നിങ്ങൾ യോഗ നടത്തിയപ്പോ ആ ബാബ രാംദേവിനെ കെട്ടിപ്പിടിക്കാൻ കേരളത്തിൽ നിന്ന് ചെന്ന ഏക മുസ്ലിം നേതാവിന്റെ പേര് ഞങ്ങളെ മര്യാദ കൊണ്ട് പറയുന്നില്ല, അഡ്രസ് പറഞ്ഞുതരാം. അതെ, നിങ്ങളെ 14 കൊല്ലത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റാണ്. ഭാവിയിൽ നിങ്ങൾക്ക് കാവ്യാകേണ്ട ആളാണ്. ഞങ്ങൾ പേരും ഊരും ഞങ്ങളെ ഉസ്താദുമാര് പഠിപ്പിച്ച മര്യാദ കൊണ്ട് പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം പറയാതെക്കാൻ വെച്ച മാപ്പിളാർക്ക് മുത്താനുള്ള കൈ വെച്ചോടം നന്നായില്ലാന്നേ പറയാനുള്ളൂ. അത് വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ കുറച്ച് മറ്റണ്ടേനി. അപ്പോ സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിച്ചോക്ക്, പിരിച്ചുവിടണ്ട. നിങ്ങൾ ഈ തോന്നിയാസം പറച്ചിലൊന്ന് നിർത്തി തന്നാ മതി, അല്ലേ? ഇനിയോ AP ഉസ്താദിനെ നൗഷാദ് ബാക്കവി കണ്ട വേറൊരു തകരാറ്, പണത്തിന് വേണ്ടി പലതും പറയുന്നു ചെയ്യുന്നു എന്നാണ്. ആരായി പറയുന്നേരങ്ങള്? പണ്ട് കാസർഗോഡ് കുറച്ച് ചെറുപ്പക്കാർ കൂടിയാണ്ട് 10 പെൺകുട്ടികളെ കെട്ടിച്ചാൻ വേണ്ടി വയറ് നടത്തിയ വരവും ചെലവൊക്കെ അവതരിപ്പിച്ച് നോക്കുമ്പോ പെൺകുട്ടികളെ കെട്ടിച്ചതിനേക്കാളും ചെലവ് വയറിഞ്ഞ മൂല്യമാർക്കാണ്. അതെ, പെൺകുട്ടികൾക്ക് പണ്ടം വാങ്ങിന്റെ ഇരട്ടി ചെലവ് വയറിയറിയാൻ വന്ന മൂല്യമാർക്കാണ്. എന്തേ? ആ വയറിന് 1000, 50,000 ലക്ഷവും കോയ വാങ്ങാൻ ദീൻ പറയാ. എന്നാൽ സുഹൃത്തുക്കളെ, ആ നിക്കാഹിന് കാർമ്മികത്വം വഹിക്കാൻ പോയത് ഞങ്ങളെ നേതാവാ. നിക്കാഹ് കഴിഞ്ഞവിടെയുള്ള പ്രവർത്തകന്മാർ നിങ്ങളെ ആളുകൾക്ക് തന്നതിനേക്കാളും 1000 രൂപ അധികമായി ഞങ്ങളെ നേതാവിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തപ്പോൾ പണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആലിമെന്ന് നിങ്ങൾ പരിചയപ്പെടുത്തിയ ആയിരങ്ങൾ വിലപേശി നാട്ടിൽ നാക്കിട്ടടിക്കുന്ന മൗലവിമാരെ, നിങ്ങൾ പണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നയാളെന്ന് പരിചയപ്പെടുത്തിയ ഞങ്ങളെ നേതാവ് നിക്കാഹ് കഴിഞ്ഞിറങ്ങുമ്പോൾ ആലിമിന്റെ കൈകളിലേക്ക് ആയിരങ്ങൾ കൊണ്ടുപോയി കൊടുക്കുമ്പോ ആ കൊടുത്ത പ്രവർത്തകന്റെ ചുമലിൽ തട്ടിയിട്ട് ഞങ്ങളെ നേതാവ് പറഞ്ഞത്, മോനെ, ആ കാശും കൂടി കൂട്ടിയിട്ട് വേറെ ഒരു പെൺകുട്ടിയെ കൂടി കെട്ടിച്ചയച്ചോളൂ, എനിക്ക് ആ കാശ് വേണ്ട. അതെ, അവിടെ ഉസ്താദുമായി ബന്ധമുള്ളൊരു ചെറുപ്പക്കാരൻ വന്നിട്ട് വീണ്ടും മറ്റൊരു കാശ് കയ്യിൽ കൊടുത്തുകൊണ്ട് പറയുകയാണ്, ഉസ്താദേ, ഇത് സംഘടനയുടേതല്ല, ഇത് ഇവിടെ പിരിച്ച കാശല്ല, ഇതെന്റെ കീശയിലുള്ള കാശ, എനിക്കുള്ള സന്തോഷത്തിനാണെന്ന് പറയുമ്പോൾ, മോനെ, എന്റെ സന്തോഷം ആ കാശും കൂടി ആ മക്കളെ കെട്ടിച്ചയക്കാനാ. ഇത് പറഞ്ഞൊരു ആലിമിനെതിരെ കുതിര കയറുമ്പോൾ അല്ലാഹുവിനെ പറ്റി ചിന്തിക്കണ്ടയോ? 50,000 നരകത്തെ കുറിച്ച് വയല് പറയുമ്പോൾ ആ വയലിന്റെ CD ഒരിക്കലെങ്കിലും ഒന്ന് കേൾക്കണ്ടയോ? സുഹൃത്തുക്കളെ, എന്നാൽ ആ നേതാവ് ഞങ്ങളെ പഠിപ്പിച്ചത് പണം പരിഗണിക്കാതെ, ദുനിയാവ് നോക്കാതെ ഇവിടെ ദീന് ദൈവത്ത് നടത്തണമെന്നാണ്. അതുകൊണ്ടാണ്
ഞങ്ങളെ ആലിമീങ്ങളും നിങ്ങൾ വേദന കൊണ്ടിരുന്ന മൂല്യന്മാരും തമ്മിലുള്ള വ്യത്യാസം. ആ വ്യത്യാസവും രണ്ടൂട്ടരും പ്രസംഗത്തിൽ നിങ്ങൾക്ക് കാണാം അല്ലേ? കബീർ ബാക്കവി ഇതിന്റെ ഒക്കെ അസിലും മരടും പരിശോധിച്ചാൽ തെബിലിയോ ഇങ്ങനെ ഏതെങ്കിലും ഒരു ചണ്ടിപ്പണ്ടാരത്തിലുണ്ടാകുക. അത് പോട്ടേക്ക് ഇപ്പൊ ഞാൻ പോണില്ല. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, കബീർ ബാക്കവി എടുത്തുകൂടി ഇത് വയലെറിഞ്ഞ് പൈസ ഓവർ വാങ്ങി. അപ്പൊ നാട്ടുകാര് മുഴുവൻ പ്രശ്നം. അപ്പൊ ഇയാള് പറയുന്ന മറുപടി കേട്ടു. അള്ളാഹു എന്നെ ബോധം തരട്ടെ. 50,000 തന്നെ ഒരു കുഴപ്പമില്ല. പിന്നെ 9 ലക്ഷം ബാക്കി, ഒരു ദിവസം 10 ലക്ഷം ബക്കറ്റ് വരും. അതെ, പെരീത്ത് കൊണ്ടുവന്ന് കൊടുത്തതല്ല, നാട്ടുകാര് പള്ളി ഉണ്ടാക്കാൻ കൊടുത്ത പൈസ. മൂപ്പര് അലറിയിട്ട് 9 ലക്ഷം കിട്ടിയ 50,000 കൊടുത്താൽ നഷ്ടല്ല. കച്ചവടത്തിന്റെ കണക്കൂട്ടലോക്കി നിങ്ങൾ മലഞ്ചരക്ക് കച്ചവടക്കാർ കൂട്ടുവച്ചാതി ലാഭം. ഇങ്ങനെ ചേവാനിക്ക് ബക്കറ്റ് വരി മാത്രം 19 ലക്ഷം രൂപയാണ്. 50,000 തന്നാണ്ട് കുഴപ്പം കരട് വെള്ളമായിട്ടാണ്. ഒരു മാസം പറഞ്ഞ മുസ്ലിം 40 വയസ്സിനപ്പുറത്തേക്ക് പോയിട്ടില്ല. അതുകൊണ്ട് ഉള്ള വയസ്സുകാലത്ത് പരമാവധി മുണുങ്ങാൻ. ഞാൻ ശനിയാഴ്ച ഇറങ്ങിയതാണ്. നാളെ രാവിലെ വാത് കഴിഞ്ഞാൽ നാളെ വാത് കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ പോകും. പിന്നെ വ്യാഴാഴ്ച രാവിലെ എന്റെ 3 മക്കൾ പോയി നിൽക്കും. മക്കളെ വായിട്ട് ഊതിയാലേ അറിയുന്നത്. ഈ 50,000 ഒരു ദിവസം കൊണ്ട് തിന്നു തീർക്കണ 3 മക്കളെ പള്ളിയിൽ എത്ര കൊല്ലത്ത് വള്ളം കൊള്ളും? നിങ്ങളൊന്ന് ആലോചിച്ചോക്കി. ഞമ്മളെ ആലിമീങ്ങള് വയതിന് വരുമ്പം ബേജാറ് സ്ഥാപനത്തിലെ മുത്താലിമീങ്ങളെ ഭക്ഷണ, സ്ഥാപനത്തിലെ ഉസ്താദുമാരെ ശമ്പളം, പള്ളിയും മദ്രസയും എടുക്കാൻ വാങ്ങിയ സ്ഥലത്തിന്റെ കടങ്ങളാ. സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്. എന്നാൽ അപ്പുറത്തെ സങ്കടം 50,000 കിട്ടിയാലും അല്ലേ, ദിവസം ഉണ്ടല്ലോ 50 ചുരുങ്ങി മിനിമം അല്ലേ, അത് മുഴുവൻ ഒരു ദിവസം കൊണ്ട് തിന്നീർക്കണമെങ്കിൽ ആ പള്ളി കൊള്ളണ വള്ളത്തില്ല. ആ പരിപാടിയിൽ ഞാൻ നേരത്തെ തന്നെ പറയും, വേണ്ട ഒരു പ്രശ്നമില്ല. അത് അപ്പുറത്തായിപ്പോയി. എന്നാൽ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദും ഇതുപോലെ വേലറിയണ ആലിമാൻ അവിടെ പറയുന്നത് നോക്കി ബാക്കി തിരിച്ചറിയുന്നത് എനിക്ക് 5,000 രൂപ അള്ളാഹ്ക്ക് വേണ്ടി സേവനം ചെയ്താൽ അള്ളങ്ങളെ സഹായിക്കും. യാതൊരു സംശയമില്ല. അതിൽ അനുഭവങ്ങളല്ലേ അവ സഹായിക്കും. ഞാനിപ്പോ ഏകദേശം ഒരു മാസത്തോളം വയത് പറഞ്ഞു പല സ്ഥലത്തായിട്ട്. സൂറത്തുൽ കഹ്ഫ് മാത്രം 17 ശ്രമിച്ചു. സൂറത്തുൽ ദീൻ 2 ദിവസം കർണാടകയിൽ പോയി വന്നത്. സൂറത്തുൽ അഹ്ലാഖ് സ്വഭാവം പഠിക്കുന്ന സൂറത്തുൽ ഹുജറാത്ത് അത് 4 ദിവസം പറഞ്ഞു. ഇതൊന്നും 5 പൈസ കിട്ടാനുള്ള വേള, 5 പൈസ കിട്ടാത്ത വേള. അങ്ങനെ എത്ര വേദ വരുന്നു. അപ്പോ സുബ്ഹാനല്ലാഹ്, ഫീസൊക്കെ പറഞ്ഞ് വേദ വരുന്നില്ലേ. പക്ഷെ ഒരു കാശും പറഞ്ഞിട്ടില്ല, വാങ്ങിയിട്ടില്ല, തന്നിട്ടില്ല. കാരണം ഞാൻ തന്നെയാ സംഘാടകൻ. പിന്നെ എങ്ങനെ 5 പൈസക്കില്ല. പക്ഷെ എനിക്കത് ഒരു പ്രയാസം വന്നു. ഒരു പ്രയാസം വന്നില്ല. ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം നമ്മുടെ മുഅല്ലിമീങ്ങൾക്കും ഉസ്താദ് മുതഅല്ലിമീങ്ങൾക്കും ഒക്കെ ധൈര്യം കിട്ടാൻ വേണ്ടി പറയാണ്. വേറൊരു ഉദ്ദേശത്തിൽ പറഞ്ഞു. മദ്രസയില്ല, റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് അവിടെ കയറി ചെന്ന് ഒരു നയാക്കാശ് ഇന്നുവരെ ശമ്പളം പറ്റിയിട്ടില്ല, ഒരു നയാക്കാശ് ഇന്നുവരെ കമ്മീഷൻ എടുത്തിട്ടില്ല. എന്റെ റബ്ബാണ് എനിക്ക് ഭക്ഷണം നൽകുന്നതെന്ന് ഉറപ്പിച്ച് ആ റബ്ബിന്റെ മേൽ തവക്കുലാക്കി ഞാൻ കുറ്റ്യാടിയിൽ ഓരോരുത്തരോട് സംസാരിച്ച പലരുമുണ്ട്. ഒന്നായിട്ട് സംസാരിച്ച 100 കണക്കിന് വേദികളുണ്ട്. ഒരു നയാകാശം കുറ്റ്യാടിയിലെ ഒരു പ്രഭാഷണത്തിലും എനിക്ക് ഒരു വാദം പറഞ്ഞിട്ടാരും തന്നിട്ടില്ല. ഞാൻ എടുത്തിട്ടില്ല. എനിക്ക് റബ്ബതിന്റെ ആവശ്യവും തന്നിട്ടില്ല. സുഹൃത്തുക്കളെ, ഈ അടുത്ത് ഗൾഫിൽ പോയ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദ് പേരോട് ഉസ്താദ് ഗൾഫിൽ വന്നതാ, സ്ഥാപനത്തിന് ആവശ്യമുള്ള പിരിവൊക്കെ കൊടുത്തു. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ ഉസ്താദിന് വേണ്ടി ഒരു കവർ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഉസ്താദെ ഇത് സ്ഥാപനത്തിലേക്കുള്ളതല്ല, ഉസ്താദ് ആ കാശ് വാങ്ങുന്നു. എന്നിട്ടതാ മറ്റൊരു ദിവസം സ്ഥാപനത്തിന്റെ റെസീറ്റിൽ ആ കാശിന്റെ കണക്കെഴുതി ഉസ്താദ് റെസീറ്റ് ഏൽപ്പിക്കുന്നു. ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് ഉസ്താദിനോട് പറയുന്നു, ഉസ്താദേ ഞാനത് സ്ഥാപനത്തിന് തന്നു.
തന്നതല്ലല്ലോ, പിന്നെന്തിനാണ് റെസീറ്റ് തന്നതെന്ന് ചോദിച്ചപ്പോൾ ഉസ്താദ് പറയുന്നു, എനിക്ക് ആ കാശിന്റെ ആവശ്യം ഇപ്പോഴില്ല, അതുകൊണ്ട് ഞാനത് സ്ഥാപനത്തിന് ചെലവഴിച്ചതാ. ഇതാണ് ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആലിമീങ്ങളോ, ഇതാണ് ദീനിന്റെ ദൈവത്തിന് വേണ്ടി പണിയെടുക്കുന്ന പ്രഭു.